നിരപരാധികളായി നന്മകൾ മാത്രം ചെയ്ത് മുന്നിൽ പോകുന്ന നമുക്ക് മുന്നിൽ ഒരുപക്ഷെ നമ്മെ അപരാധികളാക്കാൻ, ഒരുപക്ഷെ നമ്മളെ പ്രശ്നക്കാരാക്കാൻ, ഒരുപക്ഷെ രാജ്യദ്രോഹ ചാപ്പ വരെ തലയിൽ ചേർത്തു വെക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായേക്കാം. അതിലൊന്നും തളരാതെ, തകരാതെ, പതറാതെ പിടിച്ചു നിൽക്കാനും ജ്വലിച്ചു നിൽക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇവിടെ മുനീർ മദനി സൂചിപ്പിച്ചതുപോലെ മടവൂരിനെ പടച്ചോനാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. മുവഹിദുകളായ, മുജാഹിദുകളായ കുട്ടികൾക്ക് എങ്ങനെയാണ് ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും അല്ലേ, ഈ മഹാപ്രപഞ്ചത്തിനൊരു നാഥനുണ്ട്, റബ്ബുൽ ആലമീനുണ്ട്, അവൻ എല്ലാ അർത്ഥത്തിലും ഈ മഹാപ്രപഞ്ചത്തിന്റെ അധിപനാണ് എന്ന് ഹൃദയത്തോട് ചേർത്തു വെച്ച ആശയത്തെ, ആദർശത്തെ തനിക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കാൻ, പറഞ്ഞു കൊടുക്കാൻ നമുക്ക് എങ്ങനെയാണ് അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുക? ഒരിക്കലുമില്ല സഹോദരങ്ങളെ. സട്ടാവായ ഉടയവനല്ല, അതിനു പകരം ലോകത്ത് ഒരുപാട് മൂർത്തികളുണ്ട് എന്ന വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്ന ആളുകൾക്കിടയിൽ ഏകനായ സട്ടാവിനെ പരിചയപ്പെടുത്തുവാനുള്ള മതസ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഭരണഘടന അതിനുള്ള അവകാശം തരുന്നുണ്ട്. ഉത്തരവാദിത്തമാണത്. അത് നിയതമായി, പക്വതയോടെ, പാകതയോടെ, അവധാനതയോടെ ആളുകളുടെ മനസ്സുകളിലേക്ക് പകർന്നു നൽകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മറ്റൊരു വശത്ത് ആൾ ദൈവങ്ങളും അതോടൊപ്പം തന്നെ ആത്മീയ കേന്ദ്രങ്ങളും പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലത്തിന് നമ്മൾ സാക്ഷികളാവുകയാണ്. ഒരാൾ ദൈവത്തിനോട് ഒരു മീഡിയ പ്രതിനിധി ചോദിച്ചു, താങ്കൾ ദൈവമാണോ എന്ന്. അയാൾ പറയാണ്, ദൈവം സ്നേഹമാണ്, സ്നേഹം ദൈവമാണ്, ഞാൻ സ്നേഹമാണ്. ദൈവമാണോ താങ്കൾ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ ഉത്തരം ദൈവം സ്നേഹമാണ്, സ്നേഹം ദൈവമാണ്, ഞാൻ സ്നേഹമാണ് എന്ന്. വളഞ്ഞു മൂക്കു പിടിച്ചിട്ട് പറയാണ്, ഞാനാണ് ഈ മഹാപ്രപഞ്ചത്തിന്റെ അധിപനായ ദൈവമെന്ന്. ദൈവം നൽകിയ പടക്കുന്ന ഹൃദയം അദ്ദേഹത്തിന്റെ നെഞ്ചിനകത്തുണ്ട്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ സിരകൾ ഒഴുകുമ്പോ അത് അത്ഭുതകരമായി ദൈവത്തിന്റെ സംവിധാനത്തിന്റെ ഭാഗമാണ്. അത് പറയാൻ പോലും, നാവുകൾ ചലിക്കാനുള്ള ശേഷി പോലും അദ്ദേഹത്തിന് കിട്ടിയത് ഈ മഹാപ്രപഞ്ചത്തിന്റെ അധിപന്റെ ഔദാര്യം കൊണ്ടാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ ദൈവമാണ് എന്ന്. അത്രമേൽ വിശ്വാസ രംഗത്തെ അധമാവസ്ഥകൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുമ്പോ അല്ല, മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔന്റെ മുന്നിൽ ചെന്ന് പറഞ്ഞതുപോലെ റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ എന്ന വർത്തമാനം, അതൊരു ഒന്നൊന്നര വർത്തമാനാണല്ലോ. എന്താണ് ആ വർത്തമാനത്തിന്റെ, ആ ഉത്തരത്തിന്റെ ശക്തി? അത് സ്പർശിക്കാത്ത ഇടമുണ്ടോ? അത് സ്പർശിക്കാത്ത മേഖലയുണ്ടോ? ആരാണ് റബ്ബ് എന്ന ചോദ്യത്തിന് എത്ര കൃത്യമായ, കണിശമായ, വ്യക്തമായ ഉത്തരമാണത്. സകല വസ്തുക്കളെയും സൃഷ്ടിച്ച് അവയ്ക്ക് അവയുടേതായ പ്രകൃതം നൽകി അവക്ക് കൃത്യവും പൂർണ്ണവുമായ മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുന്നവനാരോ അവനാണ് എന്റെ റബ്ബ് എന്ന് പറയുന്ന മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ മറുപടി ഒന്നൊന്നര മറുപടിയാണത്. സാർവകാലിക പ്രസക്തമായ മറുപടിയാണത്. ലോകാവസാനം വരേക്കും ആ ഉത്തരത്തിന് വല്ലാത്ത തിളക്കമുണ്ട്. ആ ഉത്തരത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് ഇസ്ലാഹി പ്രവർത്തകർ എന്ന നിലയിൽ, മുജാഹിദ് വിദ്യാർത്ഥി സംഘടനയുടെ ഭാരവാഹികൾ എന്ന നിലയിൽ, പ്രവർത്തകരെന്ന നിലയിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈ വലിയ ദൗത്യ നിർവഹണവുമായി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് ചുരുക്കം.